അങ്ങനെ ആ ഹോസ്പിറ്റലിൽ 3 ദിവസം അഡ്മിറ്റ് ആകുകയും അവർ 90% അത് മെനിഞ്ചോമ തന്നെ ആകാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ന്യൂറോ സർജൻ ഉള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. ന്യൂറോ സർജനെ കണ്ടു. 2021 സെപ്റ്റംബർ 29 എനിക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടി. അപ്പം സർജറിക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പം ആ ഡേറ്റിനോടനുബന്ധിച്ച് എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു ഗൂഗിളൊന്നും സെർച്ച് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു വിട്ടാലും എല്ലാവരെയും പോലെ ഞാനും എപ്പോഴും ഗൂഗിളിലായിരുന്നു. ഈ സർജറി കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അത് ഈ സർജറിക്ക് മുമ്പായിട്ട് അവിടുത്തെ രീതി അനുസരിച്ച് നമ്മളെ കൺസെൻറ്റ് സൈൻ ചെയ്യിക്കാനായിട്ട് എന്നെ ഹസ്ബൻഡിനും അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ എത്തി. ഇപ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു, എന്തൊക്കെയായിരിക്കും നടക്കുന്നത്, സർജറി കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം പറഞ്ഞു. അതായത് എൻ്റെ ട്യൂമർ ഇരിക്കുന്ന സ്ഥലം വെച്ചിട്ട് എനിക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസുകൾ ഒന്നുകിൽ എൻ്റെ കാഴ്ചശക്തി പോകാം, കേൾവിശക്തി പോകാം, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡിൽ ട്യൂമർ ആയതുകൊണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡ് തളർന്നു പോകാം. പിന്നെ ഡെത്ത്. ഇപ്പം എനിക്ക് മരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു കോംപ്ലിക്കേഷൻസോടുകൂടി ജീവിക്കുന്നത് എനിക്ക് ഒട്ടും ഓർക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതറിഞ്ഞു. അങ്ങനെ കുറേ പേരൊക്കെ എനിക്ക് പ്രെയർ ഇവിടുത്തെ കൃപാസനത്തിലെ ലിങ്കുകൾ അയച്ചു തരാൻ തുടങ്ങി. ആദ്യമൊന്നും ഞാനിത് ഓപ്പണൊന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം ഞാൻ ഉറക്കമില്ലാതിരുന്നപ്പോൾ ഒരു ദിവസം ഞാനൊരു ലിങ്ക് ഓപ്പൺ ചെയ്തു. അതിൽ അച്ഛൻ്റെ ഒരു ടോക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞു ഒരു ചേച്ചിക്ക് ട്യൂമറായിരുന്നു, ബ്രെയിൻ ട്യൂമറായിരുന്നു. അവർ നെക്സ്റ്റ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, ഉടമ്പടിയൊക്കെ എടുത്തു. അവർ നെക്സ്റ്റ് സ്കാനിങ്ങിൽ അവരുടെ ട്യൂമർ അപ്രത്യക്ഷമായി എന്നാണ് ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ ഒരു വീഡിയോ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. കാരണം എൻ്റെ കാര്യം എൻ്റെ സിമിലറായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക്. അപ്പം കൂടുതൽ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു.